പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഇതിൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ പങ്കുവെക്കാനുള്ളത്, അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുന്ന സമയം ഏകദേശം 1:10 1:15. കണ്ണൂരിൽ നിന്ന് ഈ സമയത്ത് തമിഴ്നാട്ടിലേക്ക് ഒരു ട്രെയിൻ പോകുന്ന സമയം കൂടിയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ ട്രെയിനിൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന ട്രെയിനിൽ ഗോവിന്ദച്ചാമി കയറി പറ്റിയിട്ടുണ്ടോ എന്നതും അറിയേണ്ടതാണ്. ഓർക്കുക, ഇതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഒരു മലയാളി പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഗോവിന്ദച്ചാമി. അവിടെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് കൊലക്കയറിൽ നിന്ന് ഗോവിന്ദച്ചാമി ഊരിപ്പോന്നത്. അങ്ങനെയുള്ള ഗോവിന്ദച്ചാമി മറ്റൊരു ട്രെയിനിൽ കയറി രക്ഷപ്പെടുവാനുള്ള സാധ്യത കൂടി ഇപ്പോൾ അന്വേഷണ സംഘം മുന്നിൽ കാണുകയാണ്. പാർവതി സത്യദേവനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പാർവതി, ഇതൊക്കെ സംശയങ്ങൾ മാത്രമാണ് എങ്കിലും ഗോവിന്ദച്ചാമിയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. കൊടും ക്രിമിനൽ ആണ്. ഒറ്റ കൈ കൊണ്ട് തന്നെ ഒരു ശരാശരി മനുഷ്യനേക്കാൾ കൂടുതൽ കരുത്തുണ്ട് ഗോവിന്ദച്ചാമിക്ക് എന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിവേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. അതിനാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ സാധ്യത എങ്ങനെയാണ് പോലീസ് മുന്നിൽ കാണുന്നത്? അതാണ് അഭിലാഷ്, ഗോവിന്ദച്ചാമി കേരളം വിടാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം കാണുന്നത്. ഇതിനായി ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് ഇയാൾ കോയമ്പത്തൂർ തമിഴ്നാട് ഭാഗത്തേക്ക് കടക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഇയാൾ ജയിൽ ചാടിയത്. ഇതിൽ ഈ സമയം അത് പുലർച്ചെ 1:10 കൂടിയാണ് ഇയാൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ജയിൽ ചാടിയതായി ജയിൽ അധികൃതർക്ക് വ്യക്തമായിട്ടുള്ളത്. ഇതിനുശേഷം കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ തമിഴ്നാട് ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത് 22-638 നമ്പറുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. അതായത് ഈ ട്രെയിൻ 1:45 കണ്ണൂരിൽ നിന്ന് സാധാരണ പുറപ്പെടുന്നത്. 3 മിനിറ്റാണ് ഈ ട്രെയിനിന് കണ്ണൂരിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇന്ന് ആ ട്രെയിൻ 1:55 കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഈ ട്രെയിനിലും അന്വേഷണം നടക്കുന്നുണ്ട്. വ്യാപകമായി അരിച്ചുപറക്കി പരിശോധന നടക്കുന്നുണ്ട്. ഇതിനുശേഷം തമിഴ്നാട് ഭാഗത്തേക്ക് പോയിട്ടുള്ള ട്രെയിൻ രാവിലെ 6 മണിക്കുള്ള കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ട്രെയിനാണ്. അതായത് ഗോവിന്ദച്ചാമി 1:10 ജയിൽ ചാടിയെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനായി ഈ സാധ്യത ഈ ട്രെയിനിൽ രക്ഷപ്പെടാൻ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ രക്ഷപ്പെടാൻ സാധ്യത ഏറെയാണ്. ഇന്ന് ഏകദേശം 3/4 മണിക്കൂറോളം അയാൾക്ക് അതിനായുള്ള സമയവും കിട്ടിയിരിക്കാം. ഇതാണ് അന്വേഷണ സംഘത്തെ ഈ ട്രെയിന് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസിലും പരിശോധന നടക്കുന്നുണ്ട്. ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് രാവിലെ 6 മണിക്കാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ചെന്നൈയിൽ എത്തുന്നത്. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളും CCTVയും പോലീസ് വ്യാപകമായി അരിച്ചു പിറക്കുന്നുണ്ട്. ഒപ്പം തന്നെ യാത്രക്കാരോടും ചോദിച്ചറിയുന്നുണ്ട്. ഇയാളുടെ നമുക്കറിയാം ഗോവിന്ദച്ചാമിയുടെ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം, പുതിയ ഫോട്ടോ അടക്കമുള്ളവ യാത്രക്കാരെ കാണിച്ചുകൊണ്ടും ഇയാൾ രൂപമാറ്റം വരുത്താനുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചുമാണ് പോലീസുകാർ യാത്രക്കാരെ അടക്കം കാണിക്കുകയും ഉദ്യോഗസ്ഥരെ കാണിക്കുകയും പ്ലാറ്റ്ഫോമിലും CCTVകളിലും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ഏതായാലും തമിഴ്നാട് ഭാഗത്തേക്ക് ഉള്ള ട്രെയിനിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും തിരിച്ചു മറിച്ച് കണ്ണൂരിൽ നിന്ന് മറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന ട്രെയിനുകളിലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ പരിശോധന കർശനമാക്കാൻ കാരണമെന്നാൽ 1:10 ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി 1:45 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിനിൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. അഭിലാഷ്, അതാണ് അത്തരം സാധ്യതകളൊന്നും ഇപ്പോൾ തള്ളിക്കളയാനാകാത്ത പശ്ചാത്തലമാണ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടുവാൻ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അകത്തു നിന്നോ പുറത്തു നിന്നോ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ട്രെയിനിൽ മാത്രമല്ല ഏത് വാഹന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാൻ. നമുക്കറിയാം ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോലും വാദിക്കാൻ അഭിഭാഷകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകേണ്ട അഭിഭാഷകർക്കടക്കം എങ്ങനെയാണ് ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകാൻ സാധിച്ചത് എന്ന ചോദ്യമടക്കം ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പുറത്തു നിന്നുള്ള സഹായം ഇപ്പോഴും ലഭിച്ചിരുന്നോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ട്രെയിനിൽ കടന്നോ
കടന്നു കളഞ്ഞോ ഗോവിന്ദച്ചാമി എന്ന സംശയമടക്കമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അഡ്വക്കേറ്റ് ഇന്ദിര ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഇന്ദിര, ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ ജയിൽ ചാടുന്നു എന്നതിന് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം അത് മാത്രവുമല്ല, ഇതിനെ, അതായത് ഇത്രമേൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പ്രതി, അംഗവൈകല്യമുള്ള ഒരു പ്രതി, ആ പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണല്ലോ ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്തം. അപ്പോൾ അത്തരം മോണിറ്ററിങ്ങോ ഒന്നും നടന്നിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാലോ ജയിലിൽ നടക്കുന്ന സംഭവം എന്താണ്, നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇത് ഭരണ സംവിധാനത്തിന്റെ ഒരു പിടിപ്പുകേടായിട്ട് മാത്രമേ ഇത് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടത്തിയിട്ട് അവരെ വീർത്തു കൊളുത്തു. നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ സ്ത്രീകളുടെ ആക്ഷേപവും അത് തന്നെയാണ്. ഗോവിന്ദച്ചാമി ഇപ്പൊ കണ്ടാൽ തിരിച്ചറിയില്ല എന്നാ പറയുന്നത്. അത്രമാത്രം സുഖ സൗകര്യത്തോടുകൂടി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവരെ സംരക്ഷിക്കാൻ, ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ അവിടെ സംരക്ഷിക്കാൻ പോലും ഈ ഭരണ സംവിധാനത്തിന് ജയിൽ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഇതിൽ നിന്ന് പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ. യെസ്, ഈ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അവിടെ രാഷ്ട്രീയ തടവുകാർക്ക് എല്ലാവിധ ഒത്താശയും ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതാണ് അവിടെ ദിവസവും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അവർക്ക് മൊബൈൽ സംവിധാനം, മറ്റ് ലഹരി ഉപയോഗ വസ്തുക്കൾ, ലഹരി സാധനങ്ങൾ, ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയല്ലാതെ പിന്നെ എങ്ങനെ കിട്ടും? അത് മാത്രമല്ല, അവിടുന്ന് ജയിൽ ചാടണമെങ്കിൽ ഒരു സഹായം, പരസഹായം ഇല്ലാതെ അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനും അവരെ നോക്കാനും ഒരു വലിയ സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാം. ഇതിപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമോ ഒക്കെ സംശയിക്കുന്ന സാഹചര്യമുണ്ട്. പലരും അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഇന്ദിര, തീർച്ചയായും അവിടെ അല്ലാതെ അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത്ര വലിയൊരു ക്രിമിനലിനെ അവരെ ഒരു സംവിധാനവും ഒരുക്കാതെ അത് കടന്നു കളയുക എന്ന് പറയുന്ന ജനങ്ങൾ വിഡ്ഢികളല്ലല്ലോ. എങ്ങനെയാണ് അവിടുന്ന് പുറത്തേക്ക് ചാടിപ്പോവുക? അത് പറ്റില്ല. നമ്മളൊക്കെ ആ ജയിലിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ എങ്ങനെ ഒരാൾ രക്ഷപ്പെടണം എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ്, ജയിൽ അധികൃതരുടെ പിടിപ്പുകേടാണ്. അത് മാത്രമല്ല, അടിക്കടി ഇങ്ങനെ ജയിൽ ചാടിക്കൊണ്ടിരിക്കുക. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കേണ്ടതല്ലേ? ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നു, അവിടെ രാഷ്ട്രീയ ക്രിമിനലുകൾക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഒപ്പം അഡ്വക്കേറ്റ് ഇന്ദിര, ഇപ്പോൾ ഈ ലഭിക്കുന്ന ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാം ഈ പുറത്തേക്ക്